ഒരു തവണ പോയി കഴിഞ്ഞാൽ ഇന്ദിര കട്ട്, 2 തവണ പോയി കഴിഞ്ഞപ്പോൾ രാഹുൽ കട്ടാണ്. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കേട്ടൊരു ഓഡിയോ ആണ്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കേട്ടപ്പോൾ രസം തോന്നി. എന്നാൽ രസം അങ്ങ് മാറ്റി വെച്ചിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. എന്തൊരു ഗതികേടാണിത്. കയ്യിലുള്ള പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക്. പവർ കട്ട് ആയിക്കോ, പക്ഷെ പവർ കട്ട് എന്ന് പറയുമ്പോഴും അതിനും വേണ്ടി കുറച്ചൊക്കെ മര്യാദ. ഒരു തവണയാണെങ്കിൽ സഹിക്കാം, ഇത് 4 തവണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിനിടയിൽ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു വാർത്ത കൂടി ഇവിടെ പറയാം. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പാലക്കാട് ഒരു വീട്ടിൽ അപ്രതീക്ഷിതമായ കറണ്ട് കട്ട് കാരണം രോഗിയായിരുന്ന ഒരു വൃദ്ധം മരിച്ചുപോയി. ഈ പവർ കട്ട് കാരണം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഓക്സിജൻ നിലച്ചുപോയി. അതാണ് മരണകാരണം എന്നാണ് ആ വാർത്തയിൽ കൊടുത്തിരുന്നത്. ഇതിലെനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് KSEB കൊടുത്ത മറുപടിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇൻവേർട്ടർ വാങ്ങി വെച്ചില്ല എന്നുള്ളത്. ഒരു മര്യാദയൊക്കെ വേണ്ടടേ. നിന്റെയൊക്കെ അനാസ്ഥ കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു, എന്നിട്ട് ഇങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത്. ആളുകൾ ഇൻവെർട്ടർ വാങ്ങണോ വേണ്ടോ എന്നുള്ളത് അവർ തീരുമാനിച്ചോളും. നിങ്ങളുടെ അടുത്തുനിന്ന് ഓക്സിജനല്ലല്ലോ കറണ്ട് വാങ്ങുന്നത്, പൈസ എണ്ണി തന്നിട്ടല്ലേ. വേറൊരു ക്ലിപ്പ് ഞാൻ കണ്ടു. നമ്മുടെ മുഖ്യം പറയുന്നത് KSEB നഷ്ടത്തിലാണ്, അത് പൂട്ടിപ്പോവില്ല, ഞങ്ങൾ നികത്തി തിരിച്ചു വരും. നിങ്ങൾ നികത്തിക്കോ, പക്ഷെ അത് ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാവരുത്. നമ്മുടെ മുഖ്യം തന്നെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ കറണ്ട് കട്ടായതാണ്. മുഖത്ത് ചിരി ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ തീർത്താ തീരാത്ത അമർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട്ടിലേക്ക് വരുന്ന ഒരു സാധാരണക്കാരൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴോ ഉറങ്ങിക്കിടക്കുമ്പോഴോ ഒക്കെയാണ് ഈ കറണ്ട് പോകുന്നത്. അപ്പോഴവർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലരുടെയും വീട്ടിൽ കൈക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവരൊക്കെ ഒരു വിധത്തിലാണ് കിടത്തി ഉറക്കുന്നത്. ആ ഉറങ്ങിയതിന് ശേഷം ഈ കറണ്ട് കട്ടായി, ഫാൻ ഇല്ലാതെ, ചൂട് കൂടി, ആ കുട്ടിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കറണ്ട് കട്ടാക്കിക്കോ, പക്ഷെ അതിന് കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചത് ജനങ്ങളോട് പറയൂ. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇത്ര മണിക്ക് കറണ്ട് പോകും, ഇത്ര മണിക്ക് കറണ്ട് വരും എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തയ്യാറെടുത്തിരിക്കാമല്ലോ. ഇന്ന സമയത്ത് കറണ്ട് പോകുമെങ്കിൽ ആ സമയത്തേക്ക് ഒന്നും മാറ്റി വെക്കാതെ ആ സമയത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും മുന്നേ ചെയ്തു വെക്കാം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ളത് അതിന് ശേഷമാക്കി വെക്കാം. ഇങ്ങനെയൊക്കെ അവർക്ക് മാനേജ് ചെയ്യാമല്ലോ. പിന്നെ ഈ പ്രശ്നം എവിടെ നിന്നാണ് വരുന്നത്? അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെയൊന്നും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ തറവാട് സ്വത്തല്ല കേരളം. നിങ്ങൾക്ക് തോന്നുമ്പോൾ കറണ്ട് കട്ടി, നിങ്ങൾക്ക് തോന്നുമ്പോഴത്തേക്ക് തിരിച്ചു വരും. ഇതിനിടയിൽ നിങ്ങൾക്ക് എത്ര തവണ തോന്നുന്നു അത്രയും തവണ നിങ്ങൾ കട്ടി. ഇതൊക്കെ തോന്നിയ മാസമാണ് പച്ചയ്ക്ക് പറഞ്ഞാല്. ഇന്നലെ രാത്രി മാത്രം കറണ്ട് പോയത് 4 തവണയാണ്. ഇതെന്ത് കെട്ടാണ്? UDFന്റെ തോന്നിയവസ കെട്ടോ? തോന്നിയവസം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. ഇത് അപേക്ഷയൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഈ പരിപാടി നേരെ ചൊവ്വയാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റണം. പുതിയ ഗവൺമെന്റ് ആണ്, വന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അപ്പോൾ അത് സഹിക്കണം എന്നൊന്നുമല്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ജനങ്ങളെ കൂടി ബാധിക്കാതെ ശരിയാക്കണം. അതൊക്കെയാണ് ഗവൺമെന്റിന്റെ പണി. അങ്ങനെയൊന്നും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ സഹികെട്ട് ഗതികെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഓരോ ആളുകളും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദക്കെങ്കിലും കറണ്ട് കട്ട് ചെയ്യേ. അവസാനമായിട്ട് KSEB ജീവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കാൻ പോകുന്നത് ഗവൺമെന്റ് അല്ല, നിങ്ങളായിരിക്കും.